Hey guys, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നുമല്ല. ഫസ്റ്റ് ടൈം നമ്മുടെ ചാനലിൽ ഒരു കാറിൻ്റെ വീഡിയോ ചെയ്യാൻ പോവാണ്. കാറിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചെക്കനൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്, ടാറ്റ ആൾട്രോസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒരു മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ മറക്കാണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ, ഈ വണ്ടി എടുക്കാൻ പോണവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എല്ലാവരും മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. Bro, welcome back to another video. അപ്പോൾ നിതീഷാണ് നമ്മുടെ ടാറ്റ ആൾട്രോസ് എടുത്തത്. നിതീഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം എൻ്റെ പല വീഡിയോസിൽ നിന്ന് നിതീഷ് പലവട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ആയാലും ഒരു യൂസർ റിവ്യൂ നമ്മൾ ചെയ്യുന്ന ഒരു 10,000 അല്ലെങ്കിൽ 5,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു യൂസർ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണ്? മെയിൻ കേസ് ഇതിന്റെ ഡിസൈനാണ് എന്നെ അട്രാക്ട് ചെയ്തത് ഫസ്റ്റ് കേസ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു വന്നപ്പോഴാണ് ഇതിന്റെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ബെറ്റർ ആണെന്നാണ് പറഞ്ഞത്. കമ്പാരിറ്റീവ്ലി ഇതിന്റെ ക്ലാസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് ഒരു കാറാണ് ആൾട്രോസ്. പിന്നെ വരുന്നത് ഇപ്പോൾ JLRന്റെ എൻജിൻ കാര്യങ്ങളൊക്കെ വരുന്നത്, അതിന്റെ കുറച്ച് പെർഫോമൻസും ഉണ്ട്. കാരണം 3 സിലിണ്ടർ വണ്ടിയാണെങ്കിൽ നമുക്ക് 86 PS അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ പെർഫോമൻസ് കാറല്ല, ഒരു ഫാമിലി കാറാണെങ്കിലും നമുക്ക് കൊണ്ടെടുക്കാനുള്ള പവർ കാര്യങ്ങൾ വണ്ടിക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി നോക്കി വന്നപ്പോഴാണ് നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി എന്ന് നോക്കിയപ്പോൾ ഇത് തന്നെയാണ് നമുക്ക്. ശരിക്കും ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് ശരിക്കും ടാറ്റയുടെ ഒക്കെ പഴയ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതൊക്കെ ഫുള്ള് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിപ്പോയി. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. അതെ ശരിയാണ്. കാരണം എൻ്റെ ആദ്യത്തെ വണ്ടി ഇന്ത്യക്കായിരുന്നു. അപ്പോൾ ഞാനതൊരു ഓൾമോസ്റ്റ് 12 years യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് ഇത് എടുക്കാൻ കാര്യം. അപ്പോൾ അത് കൊടുത്തിട്ട് എടുക്കുമ്പോഴും കാരണം എല്ലാവരും ചോദിക്കാം ടാറ്റയിലേക്ക് രണ്ടാമത് പോകണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഡിസൈനും കാര്യങ്ങളൊക്കെ ടോട്ടലി മാറി. അവർ ആ ഒരു പഴയ ഇന്ത്യക്ക് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഇത് മാറിയിട്ട് അവർ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ നോക്കുന്നത് മൊത്തം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടാറ്റയുടെ വണ്ടികൾ ഇറങ്ങാനും കാരണം അത് തന്നെയാണ്. മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആകെ ഈ ഹ്യൂണ്ടായുടെ ഒക്കെ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ വണ്ടിയൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഈ വണ്ടിയൊക്കെ ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഈ വണ്ടിയുടെ ഒരു പുതുമ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ കൊണ്ടുവന്നത്. പ്രായമുള്ളവർക്കാണെങ്കിലും യൂത്തുമാർക്കാണെങ്കിലും എല്ലാവർക്കും ഡിസൈൻ വൈസിൽ എല്ലാവർക്കും ടോട്ടലി വണ്ടിയുടെ എൻ്റെ ഡിസൈൻ എടുക്കാൻ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഡിസൈനാണ് വണ്ടിയുടെ. നേരെ ഈ വണ്ടിയുടെ ഒരു വേരിയൻസിന്റെയും കാര്യങ്ങളെ കുറിച്ച് പറയാം. കുറെ വേരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഏത് വേരിയന്റ് ആണ്? ഇത് XT എന്ന വേരിയന്റ് ആണ്. XT. അതെ, ഇത് ബേസിക് ആയിട്ട് ഇതിന് വരുന്നത് 5 വേരിയന്റ് ആണ്. ഈ 5 വേരിയന്റിൽ ഇത് വരുന്നത് തേർഡ് വേരിയന്റ് ആണ്. വേറെ ഏതൊക്കെ വേരിയന്റ് ഉള്ളത്? ഇതില് XC എന്ന് പറയുന്ന ബേസ് മോഡൽ ഉണ്ട്, XM എന്ന് പറയുന്നത് വിഡോ ഉണ്ട്, XT എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ, പിന്നെ XZ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ ടർബോയും കൂടി വരാൻ പോകുന്നുണ്ട്. അത് ഇനി എക്സ്ട്രാ ആയിട്ട് വേറെ ആയിട്ട് വരുള്ളൂ. ഐ മീൻ ഇത് അതിന് കാറ്റഗറി മാറും. അപ്പൊ ഇതിന് വന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇപ്പൊ മറ്റുള്ള മോഡലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഇതിന് തൊട്ട് താഴെ വരുന്നത് XM പ്ലസ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട്.
ബേസിക് വേരിയന്റ് ഞാൻ 5 എണ്ണം, അതിൽ ശരിക്കും പറഞ്ഞാൽ 12 വേരിയന്റ് അടുത്തുണ്ട്. ഇതിന് കുറെ XC റിതം, XM പ്ലസ്, XM സ്റ്റൈല്, XT സ്റ്റൈല്, അങ്ങനെ കുറച്ച് അത് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും, മോഡിഫിക്കേഷൻ ആഡ് ഓൺ ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമറുടെ ഇതനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ഫാക്ടറി ഓപ്ഷൻസ് നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അവർ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനാണ് XT സ്റ്റൈൽ എന്ന് പറഞ്ഞതും, അങ്ങനെ ഇപ്പൊ XM പ്ലസ് സ്റ്റൈൽ പ്ലസ് അങ്ങനെ കുറെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുന്ന 12 വേരിയന്റ് അടുത്തോളം ഒരു വണ്ടിമോ വരുന്നുണ്ട്, ഈ ആൽട്രോസ് വരുന്നുണ്ട്. നമുക്ക് ശരിക്കും ബേസിക് വേരിയന്റ് പറയണമെങ്കിൽ 5 വേരിയന്റ് വണ്ടിക്ക് വരുന്നുള്ളൂ. ഇത് XT ആണ്. ഇതിന്റെ താഴെയുള്ള മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് വേരിയന്റിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് ബ്ലോക്കിലേക്ക് കിടക്കുമ്പോൾ ഫ്യൂല് നമുക്കത് സേവ് ചെയ്യാനായിട്ടുള്ള ക്ലച്ചിന് കാലെടുത്താണ്, ന്യൂട്രലാക്കി ക്ലച്ചിന് കാലെടുത്താണെങ്കിൽ വണ്ടി അവിടെ ഓഫ് ആവും, ഓട്ടോമാറ്റിക് ഓഫ്. പിന്നെ ക്ലച്ച് ഓടിക്കണം, വണ്ടി ഓട്ടോമാറ്റിക് ഓണായി നമുക്ക് എടുത്ത് പോകാൻ പറ്റും. അതാണ് ഐഡിയൽ സ്റ്റാർട്ട്. പിന്നെ രണ്ടാമത് വരുന്നത് ഓട്ടോ AC വരുന്നുണ്ട്. ഇതിന്റെ XT എന്ന മോഡലിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 2020 ഓഗസ്റ്റ് വരെ ഇറങ്ങിയ XT മോഡലിനൊക്കെ നോർമൽ AC വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഇപ്പോൾ വരുന്ന മോഡലിൽ ഓഗസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാ മോഡലിലും ഓട്ടോമാറ്റിക് AC അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ DRL ഫോഗ് ലാമ്പ് വരുന്നുണ്ട് വണ്ടിക്ക്. അത് ഇതിന് താഴെയുള്ള മോഡലുണ്ടെങ്കിൽ ഇല്ല, XM ഒന്നും ഇല്ല മെയിനായിട്ട് വരാൻ. ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴാണ് മറ്റേ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ ലാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്, വിത്ത് 8 സ്പീക്കർ ആണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട് വണ്ടിക്ക്. അത് ഏത് കമ്പനിയുടെയാണ്? അത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഹാർമാൻ്റെ ആണ്, ലക്ഷറി ബ്രാൻഡാണ്. ഹാർമാൻ്റെ ആണ്. JBL സ്പീക്കേഴ്സ് ആണ് വരുന്നത്, വിത്ത് ട്യൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ എഞ്ചിൻ ബേയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എഞ്ചിനിൽ വരികയാണെങ്കിൽ ഇത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിൻ. 86 PS ആണ് പവർ വരുന്നത്. പിന്നെ 113 ന്യൂട്ടൺ മീറ്റർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എത്ര ഈസി ആയിരിക്കും? ഡീസലിന് 1.5 ആണ് 90 HP വരുന്നത്. അതിന്റെ കറക്റ്റ് ടോർക്ക് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇതിന്റെ വീൽസിലേക്കൊക്കെ വരുമ്പോൾ ഈ മോഡൽ തുടങ്ങിയുള്ള ഒരു ഇത് എത്ര ഇഞ്ചാണ് വീല്? ഇത് വരുന്നത് 16 ഇഞ്ച് വീലാണ്. 16 ഇഞ്ച്. ഇതിലിപ്പോ XM അതിന്റെ താഴെയുള്ള മോഡൽ തുടങ്ങി, XC തുടങ്ങിയിട്ട് XM വരെ വരുന്ന, XM പ്ലസ് വരുന്ന വണ്ടികൾക്ക് ഈ പറഞ്ഞ പോലെ 14 ഇഞ്ച് വീലാണ് വരുന്നത്. അത് വണ്ടിയെ കാണാൻ തന്നെ ഒരു ഭംഗി കുറവാണ് ആക്ച്വലി ആ ഒരു വീല് വരുന്നത്. 16 ഇഞ്ച് വീൽ തുടങ്ങിയിട്ടാണ് വണ്ടിയുടെ ടോപ്പ് എൻഡ് വരെ വരുന്നത് 16 ഇഞ്ച് വീലിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ ടോപ്പ് എൻഡിന്റെ അലോയ് വീല് മേടിച്ചിട്ടാണെങ്കിൽ വീൽ കപ്പാണ്, അലോയ് വീല് മേടിച്ചിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ടയർ മാറേണ്ട ഒരു ആവശ്യം വരുന്നില്ല. 16 ഇഞ്ച് തന്നെ സ്റ്റോക്ക് അലോയിലാണ്. പിന്നെ ഈ മോഡലിൽ തുടങ്ങിയാണ് മറ്റേ ഈ ഫോൾഡബിൾ മിറേഴ്സും കാര്യങ്ങളൊക്കെ. ഫോൾഡബിൾ മിറേഴ്സ് ഈ ഒരു ഓപ്ഷൻ തുടങ്ങിയിട്ടാണ് വരുന്നത്. ഇത് തുടങ്ങിയ മോഡലിലേക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റബിളും ഫോൾഡബിളും കൂടിയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് മറ്റേ 90 ഡിഗ്രി ഡോർ ഓപ്പൺ. തീർച്ചയായിട്ടും അത് ഇത് പറയുകയാണെങ്കിൽ ഇതിൽ റിഫ്ലക്സ് സെൻസർ വരുന്നുണ്ട്. നമുക്ക് കീലെസ് എൻട്രി ആണ് വരുന്നത്. കീ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇതാണ് ഇതിന്റെ കീ വരുന്നത്. ഇത് നമുക്ക് താക്കോൽ ഉണ്ടാവില്ല, ഇതിൽ ജസ്റ്റ് കീലെസ് എൻട്രി ആണ്. ഇതാണ് റിമോട്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഇത് റിഫ്ലക്സ് സെൻസറും വരുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് അൺലോക്ക് ആവും, ഡോർ തുറക്കാം. 90 ഡിഗ്രി ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു ആൾട്രോസിന്റെ. എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അതായത് ഇതുവരെയും ഒറ്റ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഒറ്റ വണ്ടി ഇറക്കാത്തൊരു ഫീച്ചറാണ്. അത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടിയാണ്. കാരണം ഈ ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായാലും കയറാൻ ഇറങ്ങാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു. പല വീഡിയോയിലും പറയുന്നത് ഓടിക്കയറാൻ പറ്റും എന്ന് പറയുന്നവരുണ്ട്. ഓടിക്കയറാൻ പറ്റും. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് പേഷ്യൻസിനെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ സീനിയർ സിറ്റിസനെ നമ്മൾ വണ്ടിയിൽ കയറുന്ന ടൈമിലൊക്കെ അവർക്ക് വളരെ ഉപകാരപ്പെടുന്നത്. പിന്നെ ഇതിൽ വരുന്നത് സെൻട്രൽ ടണലില്ല. നോർമൽ ഹാച്ച് ബാക്ക് വണ്ടികൾക്ക് വരുന്നതാണെങ്കിൽ സെൻട്രൽ ടണൽ ഉണ്ടാവും, ഇതിന് സെൻട്രൽ ടണലില്ല. അതുകൊണ്ട് നമുക്ക് സെൻട്രലിലിരിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാല് നമുക്ക് വിരിച്ചിരിക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു 3 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല സുഖമായിട്ടിരിക്കാം. ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 4 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. ബ്രോ, അപ്പോൾ എനിക്ക് പിന്നെ തോന്നിയൊരു കാര്യമാണ് ഈ ഡോർ ഹാൻഡിൽ ഉണ്ടല്ലോ, ബാക്കിലെ ഡോർ ഹാൻഡിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് അതിന്റെ ഉള്ളിലേക്കാണല്ലോ കൊടുത്തേക്കുന്നത്. അതെ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ കണ്ട വണ്ടികൾ എന്ന് പറഞ്ഞെങ്കിൽ ബീറ്റിലാണ് ഫസ്റ്റ് ഇത് കൊണ്ടുവന്നത്, ഇങ്ങനെ ഡോർ ഹാൻഡിലായിട്ടാണ്. പിന്നെ വരുന്നത് സ്വിഫ്റ്റിലാണ്. പക്ഷെ ഇതിൽ രണ്ടിലും വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീസിൽ ഇത് ഫുള്ളി പാട് ഇത് അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് സ്വിഫ്റ്റിലും ബീറ്റിലും വരുന്നത്. പക്ഷേ ഇതിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലൊരു ക്ലിക്ക് ചെയ്യണ സ്വിച്ച് പോലെയാണ്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോറിന് ഓപ്പൺ ആയത് ഇതിനുള്ളിലാണ് വരുന്നത്. ഈ പീസ് ലിവർ അല്ല.
അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഇനി ബാക്കിലേക്ക് പോകാം. ബാക്കിലെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ 345 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇത് ഇതുപോലെ തന്നെ ഒരു ക്വിക്ക് സെൻസറാണ്. നമുക്ക് ഡിക്കി ഒരു സ്വിച്ച് ആണ്, നെക്കി കഴിഞ്ഞാൽ തുറന്നു വരും. ഇത് എത്ര ലിറ്ററാണ് ഇതിൻ്റെ? 345 ലിറ്ററാണ് ഇതിൽ വരുന്നത്. 345 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് തന്നെയാണ്. ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 3 വലിയ ട്രോളി ബാഗ് വിത്ത് ചെറിയൊരു ട്രോളി ബാഗ് കൂടി ആഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിക്ചർ ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ ഇടാം. ഞാൻ തന്നേക്കാം. ഇതിന്റെ ടെയിൽ ലൈറ്റ് നോക്കുമ്പോൾ ആയാലും സ്മോക്ക് ചെയ്ത പോലത്തെ ടെയിൽ ലൈറ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അതെ അതെ, കാരണം നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൺസെപ്റ്റ് മോഡൽ ഈ വണ്ടി ഇറക്കിയപ്പോൾ അതേ രീതിയിൽ തന്നെ ഐ മീൻ കട്ടിങ് എല്ലാം കുറച്ചിട്ട് ആ ഒരു ഡിസൈൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്രയും അട്രാക്റ്റീവ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാർ കണ്ടാലും നോക്കി പോകും. അത് ഹെഡ് ടേണർ എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ വണ്ടി പോയിക്കാണെങ്കിൽ ആൾക്കാർ തിരിഞ്ഞു നോക്കും എന്നാണ് പറയണത്. പിന്നെ ഇതുപോലെ തന്നെ ഈ ടൈൽ ലാമ്പിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതിവിടെ പിയാനോ ബാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമലി എല്ലാവരും പറയുന്നത്, ഇപ്പം ഞങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ വണ്ടി ഒരു കാർ എടുത്തിട്ടുണ്ടെങ്കിൽ ടൈൽ ലാമ്പ് സ്മോക്ക് ചെയ്യാൻ നോക്കുക ചെയ്യുമായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായി. കാരണം ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല, വണ്ടി തന്നെ കമ്പനി തന്നെ ഫാക്ടറി ചെയ്ത് തന്നിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ടൈൽ ലാമ്പ് സ്മോക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ആ ഒരു ഫീലാണ് വരുന്നത്. ഇപ്പോഴാണെങ്കിൽ മറ്റേ ടൈൽ ലാമ്പ് സ്മോക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇല്ലീഗലുമാണ്. അതെ അതെ, ഇപ്പോൾ മോഡിഫിക്കേഷനിൽ പരിമിതികളൊക്കെ ഉണ്ട് ഇതിൽ ചെയ്യുന്നത്. ലീഗലല്ലാത്ത ഒരു മോഡിഫിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ശരിക്കും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ചെയ്യാന്നുണ്ടെങ്കിൽ അലോയിൽ മാത്രമേ എക്സ്ട്രാ കയറ്റി കിട്ടേണ്ട കാര്യം വരും. അലോയ് ചെയ്യാൻ വേണമെങ്കിൽ ലോറും ചെയ്യാം, അല്ലാതെ വേറൊന്നും ടെയിൽ ലൈറ്റിലും ഹെഡ് ലൈറ്റിലും അധികം ഒന്നും ചെയ്യാനില്ല, വർക്ക് ചെയ്യാനില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വരുന്ന ആൽട്രോസ് എന്ന ബാഡ്ജ് പണ്ടത്തെ ടാറ്റയുടെ വണ്ടികൾക്കാണെങ്കിലും, ടാറ്റയുടെ വണ്ടി എന്നല്ല ഏതൊരു വണ്ടി കമ്പനി ആണെങ്കിലും അവരവരുടെ വേരിയന്റും കഥാപാത്രങ്ങളും മൊത്തം ഉണ്ടാവും വണ്ടി. ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ പേര് നമുക്ക് ഇത്തിരി ഗ്യാപ്പ് ഇട്ട് ആൽട്രോസ്, ഐ മീൻ ഒരു വോൾവോന്റെ ഒക്കെ ഒരു ആ ഒരു ലോഗോ നല്ല ക്ലീൻ ആയിട്ടാണ് അത് കൊടുത്തേക്കണത്. അതെ, അതിന്റെ സെന്ററിനായിട്ടൊരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അത് ഈ വേരിയന്റിലാണ് വരുന്നത് കേട്ടോ. ഇതിന് താഴെയുള്ള മോളിലുണ്ടെങ്കിൽ ഈ ക്യാമറ വരുന്നില്ല. ഇത് ഈ വേരിയന്റുണ്ടെങ്കിൽ ക്യാമറ വരുന്നത് റിവേഴ്സ് ക്യാമറ. അതെ, ബോണറ്റിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടല്ലേ. സ്വന്തമായിട്ട് സ്റ്റീലുള്ള തന്നെ അഹങ്കാരമൊന്നും. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ശരിക്കും എൻജിൻ റൂം നല്ല പ്രീമിയം ആയിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതെ അതെ, കാരണം പണ്ടത്തെ എൻജിൻ റൂം ടാറ്റയുടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഞാനൊരു ഇൻഡിക്ക യൂസർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം പഴയ വണ്ടികളുടെ എൻജിൻ റൂം നമ്മൾ ഓപ്പൺ ചെയ്താൽ അറിയാം ടാറ്റയുടെ എൻജിനാണ്, അത് ടാറ്റയുടെ എൻജിൻ റൂമാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ ആൾട്രോസ്, ടിയാഗോ, ആൾട്രോസ്, ഹാരിയർ, നെക്സോൺ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ എൻജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രീമിയം ഫീൽ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ആ സെറ്റ് തന്നെ എല്ലാം നല്ല നീറ്റും ക്ലീൻ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ അടുത്തത് നമുക്ക് നേരെ ഇന്റീരിയറിലേക്ക് പോയാലോ? ഇനിയിപ്പോൾ ഇന്റീരിയറിനെ കുറിച്ച് മാത്രമല്ലേ പറയാനുള്ളൂ. അതെ, ഇന്റീരിയർ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഇപ്പോൾ ഡ്രൈവർ സൈഡിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഡോർ ഹാൻഡിൽ വരുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞെങ്കിൽ ടോപ്പ് എൻഡിന് മാത്രമേ ഇതിന് ഒരു മെറ്റാലിക് ഫിനിഷ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം ബേസ് മോഡൽ ഉണ്ടെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് വരെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ വരുന്നത് ഫോൾഡബിൾ മിറേഴ്സാണ്. അതിൻ്റെ ജോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. പിന്നെ ഇത് അപ്പ് ആൻഡ് ഡൗൺ വിൻഡോസിൻ്റെ, ഇത് വിൻഡോ ലോക്ക് ആൻഡ് അപ്പ്. പിന്നെ ഇവിടെ വരുന്നതാണെങ്കിൽ ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അത് ഇതാണ്, അത് ഈ വേരിയൻ്റ് തുടങ്ങി വരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞത് ഇതാണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വരുന്നത്. ഇത് ഫോഗ് ലാമ്പ് ഓൺ ആൻഡ് ഓഫ് ആണ്. പിന്നെ ഇത് വരുന്നതാണ് ക്രൂയിസ് കൺട്രോൾ. ഇതൊക്കെ ഈ വേരിയൻ്റ് തുടങ്ങിയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് താഴെയുള്ള മോഡലിന് ഈ ക്രൂയിസ് കൺട്രോളും ഈ പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പും ഇല്ല. പിന്നെ ഈ പറയുന്ന ഇത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്റ്റീരിയോ, വോയിസ് കമാൻഡ്, ഇതെല്ലാം ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെർമൻ്റെ സിസ്റ്റമാണ് അത് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ഞാൻ കേൾപ്പിക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നത് ഞാൻ പറഞ്ഞിട്ട് അപ്ഗ്രേഡ് ഓഗസ്റ്റ് തുടങ്ങി അപ്ഗ്രേഡ് ചെയ്ത വണ്ടികൾക്ക് വരുന്നത് ഓട്ടോ എ സി ആണ്. ഇതാണ് ഓട്ടോ എ സിയുടെ കീസ് വരുന്നത്. പിന്നെ ഈ കാണുന്നത് മൊത്തം നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ടച്ചബിൾ യൂസ് ചെയ്യണം. അതല്ലാണ്ട് നമുക്ക് മാനുവലി നമുക്ക് സ്വിച്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതിൻ്റെ ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പേഷ്യസ് ഒക്കെ ആയാലും ഭയങ്കര സ്പേഷ്യസ് ഉണ്ട്, ഒന്നും പറയാനില്ല. ശരിക്കും ഞാൻ ഒരു 6 ഫീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇതിൻ്റെ ഇരുന്നിട്ട് എൻ്റെ കാലൊക്കെ ഇരിക്കുന്നുണ്ട്.
കാര്യം നിവർത്തി വെച്ച് എനിക്ക് ഇതിനകത്ത് കിടക്ക വേണമെങ്കിൽ അത്രയ്ക്ക് നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു സീറ്റ്. 6 ഫീറ്റ് മുകളിലേക്ക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ് ഇതിന്റെ. പിന്നെ 12 വോൾട്ടിന് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്, USB പോയിന്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഓട്ടോ ഐസിയുടെ സെൻസറാണ് വരുന്നത്. ഇത് നമ്മുടെ ഇൻഫോടൈം സിസ്റ്റത്തിന്റെ നമുക്ക് മാനുവലി യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മുടെ ഹസാർഡ് സ്വിച്ച് ആണ്. കാരണം ഇതൊക്കെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ക്വാളിറ്റി എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ അവര് പറയുന്നത് ആ വീഡിയോ ഒക്കെ റീച്ച് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ കരുതി. പക്ഷെ അല്ലട്ടോ, ശരിക്കും നമുക്ക് ഈ ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കി നിൽക്കും, അപ്പൊ നിനക്ക് അറിയാൻ പറ്റി ശരിക്കും എന്താണുള്ളത്. ആ സ്വിച്ചിന് എങ്ങനെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ഈ സൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്. ഈ ഡോറ് ക്ലോസ് ചെയ്യണത് ഓപ്പൺ ചെയ്യണ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതൊരു ഇന്ത്യൻ കാർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു യൂറോപ്യൻ കാറുകളുടെ ഡോർ ഇത് തുറന്ന് ക്ലോസ് ചെയ്യുന്ന സൗണ്ടാണ്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ഹെഡ്ഫോൺ കുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെട്ടാടെ കേൾക്കാൻ. എത്രത്തോളം പണ്ടത്തെ വണ്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ഷൻ കാറുകളുടെ സൗണ്ട് അല്ല. ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഉണ്ടെങ്കിൽ യൂറോപ്യൻ കാറുകൾ മാത്രമേ നമുക്ക് കേട്ട് പരിചയമുള്ള സൗണ്ടാണ്. അത് ഇവർ ഇതിലേക്ക് ഇന്ത്യൻ ബ്രാൻഡായ ടാറ്റയിലേക്ക് വരെ തിരിച്ചിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി. ശരിക്കും ഈ ഡോർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കാം. കാരണം ആ ഡോറിന്റെ വെയിറ്റ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ 90 ഡിഗ്രി ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ്. പക്ഷേ എന്നാലും കുറച്ച് ഇതുണ്ട് ഇതിൻ്റെ ഒപ്പം. നമ്മൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പിന്നെ അടയ്ക്കാൻ നേരത്തെ പ്രശ്നം വരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നമ്മൾ അടയ്ക്കണം അടയ്ക്കാനായിട്ട്. പിന്നെ ഇതിലൊരു നെഗറ്റീവ്നെസ് ഞാൻ കണ്ടേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പോകുന്നവർക്കും ഉള്ളവർ ഫേസ് ചെയ്യുന്നതായിരിക്കും വണ്ടികൾ. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡോർ ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവിടെ ലോക്ക് ആവണം. അവിടെ ഇപ്പൊ ലോക്ക് ആവില്ല, കാരണം ഡോർ ഓപ്പൺ ആണെങ്കിൽ ലോക്ക് ആവില്ല. അത് ആക്ച്വലി ഇതിന്റെ ലോക്കും ഓപ്പണറും എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല നോർമൽ വണ്ടികൾക്കൊക്കെ വരുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലോക്ക് സ്വിച്ച് വരുന്നുണ്ട്. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലൊക്കെ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ അവർ പിടിച്ച് വലിച്ചാൽ ഡോർ ഓപ്പൺ ആയി പോകും. കാരണം ലോക്ക് നേരെ അതിൻ്റെ അകത്തേക്ക് പ്രസ് ആയി പോകണം. ഫിയറ്റിൻ്റെ വണ്ടികൾക്കുണ്ടോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇത് ഓടിക്കുന്നവർ സൂക്ഷിച്ച് ഓടിക്കാൻ പാടുള്ളൂ. കാരണം കുട്ടികളെ ഇവിടെ ഇരുത്തിയിട്ട് ഡോർ എടുത്തിട്ട് ഓടിക്കാൻ പാടില്ല. ബാക്കിലാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ചൈൽഡ് ലോക്ക് കാര്യങ്ങളുള്ളതുകൊണ്ട് ബാക്കിൽ ആ ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ ഇരുന്നോളൂ സേഫാണ്. ഫ്രണ്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്. അത് ശരിക്കും സെക്യൂരിറ്റിയാണ്, വണ്ടിയുടെ നെഗറ്റീവ്നെസ് അല്ല. ഇൻഫന്റ് അങ്ങനെയുള്ള കുട്ടികളൊന്നും ഫ്രണ്ടിൽ ഇരുത്താൻ പാടില്ല. അതിന്റെ ഒരു സേഫ്റ്റി ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് വേരിയന്റും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇതിന് ഇന്റീരിയറിൽ പറയുകയാണെങ്കിൽ ഔട്ട്ലുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ടോപ്പ് ബ്ലാക്ക് വരുന്നുണ്ട്, അലോയ് വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, പിന്നെ റെയിൻ സെൻസിങ് വൈപ്പറും വരുന്നുണ്ട്. അതാണ് ഔട്ട്ലുക്ക് വരുന്നത്. ഇന്റീരിയറിൽ വരുമ്പോൾ ഇതിന്റെ സെൻട്രൽ കൺസോൾ AC വരുന്നുണ്ട്, വിത്ത് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് മെയിനായിട്ട്. പിന്നെ ഈ വരുന്നത് ആ മെറ്റാലിക് ഡോർ ഹാൻഡിലെല്ലാം മെറ്റാലിക് ആയിരിക്കും. ഇത് ഈ പോർഷൻ സിൽവർ ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ ലെതർ ടൈപ്പിൽ ആയിരിക്കും വരുന്നത്, ഇവിടെ സിൽവർ ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ സ്റ്റിയറിംഗിന്റെ ഇതും ലെതർ ഫിനിഷ് ഉണ്ട്. അതാണ് മെയിനായിട്ട് ഇന്റീരിയറിൽ. പിന്നെ വേറെ പറയുകയാണെങ്കിൽ ബാക്കിൽ സീറ്റിൽ വരുന്നുണ്ട്. ബാക്ക് സീറ്റില് സെൻട്രലായിട്ട് ഇതിന്റെ ബാക്ക് സീറ്റിൽ സെൻട്രലായിട്ട് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും ടോപ്പ് ആൻഡ് മോഡൽ വരുന്നുണ്ട്. ഇത്ര 1000 എക്സ്ട്രാ കൊടുക്കണം നമ്മൾ ടോപ്പ് മോഡൽ ബ്ലാക്ക് വരുന്നതിന്. അതെല്ലാം ആണെങ്കിൽ ഒരു 70,000 വണ്ടി ഇറങ്ങും. മറ്റേതാണെങ്കിൽ 90,000 കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ടോപ്പ് ബ്ലാക്ക് നമുക്ക് അതിന്റെ ആവശ്യം വരുന്നുണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് ടോപ്പ് ബ്ലാക്ക് ആണെങ്കിൽ 7,000 അടുത്ത് വരുന്നുണ്ട് പെയിന്റ് ചെയ്യാനാണെങ്കിൽ. അത് അതേ ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഇനി ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്ലാനിങ് ഉണ്ട്. അത് വരും, അടുത്ത വരുന്നതായിട്ട്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരാൾ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡ് ഡോർ പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ. അതായത് നമ്മളിപ്പോ എല്ലാ ഡോറും ഏത് ഡോറാണ് ഓപ്പൺ, ടെയിൽ ഗേറ്റ് ആണെങ്കിൽ മീൻ ഡിക്കി ആണെങ്കിൽ പോലും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ
നമുക്കൊരു വോയിസ് കമാൻഡ് വഴി പറഞ്ഞു തരും ഇത് ഇന്ന ഡോർ ഓപ്പൺ ആണ്, അപ്പൊ ആ ഡോർ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉപകാരപ്രദമാണ്. കാരണം ഞാൻ ഇന്നലെ ഇതുപോലെ തന്നെ എന്റെ ഫാമിലിയായിട്ട് പോകുമ്പോൾ എന്റെ കുട്ടി ഡോർ ഓപ്പൺ ചെയ്തു, ബാക്കിൽ ഇരുന്നിട്ട് ചൈൽഡ് ലോക്ക് ഇട്ടുണ്ടായില്ല. കുട്ടി ഡോർ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് ഇവിടെ വോയിസ് കമാൻഡ് ഉള്ളത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റി ആ ഡോർ ഓപ്പൺ ആയി എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. കാരണം ഡോർ കുട്ടി ഇപ്പൊ എങ്ങാനും ഒരു വീഴുക ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയുള്ളൂ നമ്മൾ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻ. അപ്പൊ ഇത് ആ ടൈമിൽ തന്നെ നമുക്ക് വോയിസ് കമാൻഡ് വരികയാണ്, ഇന്ന ഡോർ ഓപ്പൺ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറയുന്നത്. അപ്പൊ തന്നെ നമ്മള് ഒതുക്കി ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ എടുത്തത്. അത് ശരിക്കും അങ്ങനെ കുറെ ഉപകാരമൊക്കെ ഉണ്ടാവും ഈ വോയിസ് കമാൻഡ് കൊണ്ട്. പിന്നെ ആൻഡ്രോയിഡ് തൊട്ടോ ആപ്പിൾ കാർപ്ലേ ഇതൊക്കെ സപ്പോർട്ട് ആയതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. നമുക്ക് ഓഡിയോ ആണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ബാക്കിയുള്ള യൂസേഴ്സിന് ഉപകാരപ്രദമായിട്ട് നിൽക്കുന്നു മാത്രം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നീ ശരിക്കും വണ്ടി എടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞൊരു കാര്യം, ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോ ഹോൺ മാറ്റാനിരുന്നാണല്ലോ. അതെ അതെ അതെ. എന്റെ ആക്ച്വലി പഴയ വണ്ടിയിലെ ഫോൺ ഞാൻ ഊരി വെച്ചിരുന്നു. നല്ലൊരു ഫോണായിരുന്നു, അതിന്റെ എയർ ഫോൺ പോലത്തെ ഒരു ഫോണായിരുന്നു. അതിന്റെ ഇതിന്റെ മിൻഡ എന്ന് പറഞ്ഞ കമ്പനിയാണ്, നല്ല ഫോണായിരുന്നു. പിന്നെ അത് ഈ വണ്ടിയിലെ ഹോൺ അടിച്ചപ്പോ എനിക്ക് അയ്യോ ഈ ഇത്ര നല്ലൊരു ഫോണാണ് ഞാൻ മാറ്റാൻ ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ വേണ്ട, കാരണം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫോണാണ് ഇതിന്റെ. അതുകൊണ്ട് ഞാനത് മാറ്റുന്നില്ല. അപ്പൊ ആ ഫോൺ എടുത്ത് ഞാൻ എന്റെ വേറെ വണ്ടിയിലേക്ക് കയറ്റാൻ പ്ലാനിങ് ഉണ്ട് ഇപ്പൊ. അപ്പോ എല്ലാവരും വീഡിയോ കണ്ടില്ലേ, നമ്മുടെ ഗോപ്രോയുടെ ചാർജ് തീർന്നു പോയായിരുന്നു ഇപ്പൊ ഫോണിലാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം. എല്ലാവർക്കും വീഡിയോ മാക്സിമം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തേക്കണത്. ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും എല്ലാവരും മാക്സിമം പറയാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഇതിന് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.